സാഭിമാനം സാഹിത്യനഗരം. എന്റെ കോഴിക്കോട്. നാടകപ്രവർത്തകൻ എ രത്നാകരൻ. എന്റെ കോഴിക്കോട് ഒരുപാട് മഹാരഥന്മാർ തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണ്. ശരിക്കും എംടിയും കെടിയും അടങ്ങുന്നൊരു വലിയ നേതൃനിര. നാടകത്തിലായിരുന്നാലും സിനിമയിലായിരുന്നാലും സാംസ്കാരിക പ്രവർത്തനത്തിലായിരുന്നാലും കളഞ്ഞു നിൽക്കുന്ന ഒരു വലിയ, അതുപോലെ തന്നെ ദേശഭൂഷണികളുടെ മഹാപ്രസ്ഥാനങ്ങൾ കോഴിക്കോടിന് സംഭാവന നൽകിയാണ്. അതിൽ ഏറ്റവും വലിയ ലൈബ്രറി, ഏറ്റവും വലിയ കലാസമിതി, ആ കലാസമിതിയിലാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കോഴിക്കോട് എന്ന് പറയുമ്പോൾ വല്ലാത്ത അത്ഭുതങ്ങളുടെ ലോകമാണ്. ദേശഭൂഷണിയിൽ എന്നും നാടക റിഹേഴ്സൽ ഉണ്ടാവും. ആ നാടക റിഹേഴ്സലുകളാണ് എന്നെ നാടകക്കാരനാക്കി. ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന നാടകപ്രവർത്തകനാണ്. PRD ഫെസ്റ്റിവലിലൊക്കെ എന്റെ 3 നാടകങ്ങൾ അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിലൊക്കെ നിദാനമായി നിൽക്കുന്നത് ദേശഭൂഷണിയിലെ ഓർമ്മകൾ തന്നെയാണ്. ദേശഭൂഷണി എന്ന കലാസമിതിയുടെ പ്രവർത്തകരാണ്. അവര് തന്ന ഊഷ്മളമായ സഹായങ്ങളാണ്. നല്ല നടനായിട്ട് ഒരുപാട് കാലം ദേശഭൂഷണിയുടെ കൂടെ നിൽക്കാൻ എനിക്ക് വേണം. അന്ന് കുഞ്ഞാണ്ടിയേട്ടനും പപ്പേട്ടനും നെല്ലിക്കോട് ഭാസ്കരേട്ടനും ശാന്തയെടുത്തിനും വലിയ വലിയ എന്നര അവരുണ്ടാക്കിയെടുത്ത അത്ഭുതങ്ങൾ കേരളം മുഴുവൻ നാടകങ്ങൾ ചെയ്ത് അവർ നേടിയെടുത്തിട്ടുണ്ട്. ആ നേട്ടങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ പിന്നീട് എനിക്കായി ഒരുപാട് നാടകങ്ങൾ, 100-200ഓളം നാടകങ്ങൾ ദേശഭൂഷണിക്ക് വേണ്ടി ഞാൻ സംവിധാനം ചെയ്യുക അവരെങ്കിലും. കേരളത്തിൽ അറിയപ്പെടുന്ന നാടകകൃത്തുകൾ കോഴിക്കോടിനെ സ്വാധീനിച്ച വ്യക്തികൾ തന്നെ. ഒരുപക്ഷെ കോഴിക്കോട് AR ആണ് ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി കോഴിക്കോടിന്റെ സാംസ്കാരിക രംഗത്ത് തിളങ്ങി നിന്നത്. എത്ര മഹാരഥന്മാരാണ് അവിടെ. അവരൊക്കെ കോഴിക്കോട് പട്ടണത്തിലാണ് ചേക്കേറിയത് പിന്നീട്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് എപ്പോഴും സാംസ്കാരികമായി ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടെ ജീവിച്ചു ജനിച്ചു നാടകപ്രവർത്തകനായി എന്നതിൽ വലിയ വലിയ അഭിമാനം തോന്നി. അത് മാത്രമല്ല, ജനങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ച വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് കോഴിക്കോട്. ഭക്ഷണശീലത്തിന്റെ കാര്യത്തിൽ പുകൾപെറ്റ ഭക്ഷണ രീതികൾ, കോഴിക്കോടിന്റെ നന്മ നിറഞ്ഞ പ്രകൃതം, ഇതൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. വേറിട്ട രീതിയാണ്. ഫുട്ബോളിനും നൃത്തത്തിനും നാടകത്തിനും പേര് കേട്ട പാട്ടുകളെ കൊണ്ട് വല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കുന്ന കോഴിക്കോടൻ മക്കള് ഫുട്ബോൾ തെങ്ങി നിറഞ്ഞ ഫുട്ബോൾ, സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് കയറി ഫുട്ബോൾ കളിക്കുന്ന മറ്റൊരു നാടുണ്ടോ എന്ന് ഒരു അത്ഭുതമാണ്. പലതുകൊണ്ടും അത്ഭുതമാണ് കോഴിക്കോട്. എല്ലാ മതക്കാരും തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കോഴിക്കോട്, അതൊരു വലിയൊരു പ്രത്യേകതയാണ്. വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന കോഴിക്കോട് അതുണ്ട്. ഗുജറാത്തികളും മലയാളികളും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു തെരുവ് എന്ന കോഴിക്കോട് പട്ടണത്തിൽ വെസ്റ്റ് ബീച്ചിൽ. അപ്പോ അത്തരത്തിൽ വല്ലാതെ സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സ്ഥലം കോഴിക്കോട് അല്ലാതെ എവിടെയാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോടിനെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നു. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി വെള്ളിയാഴ്ച രാവിലെ 7:10.